മുമ്പ് ഇസ്രയേൽ ഇറാനെ ആക്രമിച്ചത് അവരുടെ ആണവ സമ്പുഷ്ടീകരണ വിഷയത്തിൽ എടുത്തു പറഞ്ഞുകൊണ്ട് ആണവായുധങ്ങൾ നിർമ്മിക്കാൻ തയ്യാറാവുകയാണ്. അതുകൊണ്ട് തന്നെ ഇസ്ഫഹാനും ഫോർദോയും ഒക്കെ ഞങ്ങൾ ആക്രമിക്കുന്നു, അതിനുവേണ്ടി അമേരിക്കൻ സഹായം ഞങ്ങൾ നേരത്തെ തന്നെ ചോദിച്ചിരുന്നു എന്നും അമേരിക്കയുടെ അത്യാധുനിക സംവിധാനങ്ങളിൽ ഒന്നായിട്ടുള്ള ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് ആണവ നിലയങ്ങൾ തകർത്ത് ന്യൂക്ലിയർ സയൻറ്റിസ്റ്റുകളുടെ മരണം ഉറപ്പുവരുത്തി ആ രീതിയിലൊക്കെ ആയിരുന്നു ആ 12 ദിവസത്തെ ഡെഡ്ലി വാർ പുരോഗമിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ പെട്ടെന്ന് സീസ് വന്നു, അതായത് വെടിനിർത്തൽ നിലവിൽ വന്നു. അതിന് കാരണമായത് ഖത്തറിലെ എയർബേസ്, അമേരിക്കയുടെ എയർബേസ് തകർക്കപ്പെട്ടതിന് ശേഷം, അത് ഇറാൻ്റെ ഏറ്റവും വലിയ സൈക്കോളജിക്കൽ മൂവ് ആയിരുന്നു. അതിനുശേഷമാണ് അമേരിക്ക ഒന്ന് വിരണ്ടത്. എന്നാൽ ഇപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരു രീതിയിലുള്ള ഭയവും കൂടാതെ ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യാൻ നിൽക്കുമ്പോൾ പിന്നിൽ റഷ്യയുടെ എല്ലാ അത്യാധുനിക സംവിധാനങ്ങളുടെ സഹായവും ഉണ്ടായിരിക്കുമെന്ന് റഷ്യ വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം ഫലസ്തീൻ ജനതയോട് അവർക്ക് പല കാര്യങ്ങളിലും ഉത്തരവാദിത്വമുണ്ട്. ഫലസ്തീൻ ജനതയെ മോചിപ്പിക്കാൻ, ഫലസ്തീൻ്റെ ഒരു പുതിയ ഉദയത്തിന് വേണ്ടി പരമാവധി ശ്രമിക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് ഇറാൻ തന്നെയാണ്. യമനും അതുപോലെ തന്നെ മറ്റ് പല രാജ്യങ്ങളും ഒക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇവിടെ യഥാർത്ഥത്തിൽ ഇറാനും ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകളും എടുത്തിട്ടുള്ള ശ്രമം എന്ന് പറയുന്നത് ചില്ലറയൊന്നുമല്ല. അത്രയേറെ പൈശാചികമായ ക്രൂരമായ വേട്ടയാടൽ നടക്കുമ്പോൾ അതിനെതിരെ വ്യക്തമായി പ്രതിരോധ നടപടികളുമായി മുന്നോട്ട് ഇറാൻ വരും എന്ന് മനസ്സിലാക്കി തന്നെയാണ് നേരത്തെ ഇസ്രയേൽ അറ്റാക്ക് നടത്തിയത്. പക്ഷേ ഇപ്പോൾ ഒരു പടി കൂടി കടന്ന് സുരക്ഷാ സമിതിയിലെ രാജ്യങ്ങൾ, UN-ൻ്റെ സെക്യൂരിറ്റി കൗൺസിലിലെ രാജ്യങ്ങളാണിവ, അമേരിക്കയും റഷ്യയും ചൈനയും ഒക്കെ ഇതിനകത്ത് മെമ്പർ നേഷൻസ് ആണ്. അതിനകത്ത് 5 സ്ഥിരാംഗങ്ങളുണ്ട്. അതിൽ അമേരിക്ക ഒഴിച്ച് ബാക്കി 4 സ്ഥിരാംഗങ്ങളും ഫലസ്തീൻ്റെ മോചനത്തെ സ്വാഗതം ചെയ്യുകയും ഫലസ്തീൻ കൃത്യമായി സ്വതന്ത്ര രാഷ്ട്രമാണെന്ന് അവരെല്ലാവരും ഒരേ സ്വരത്തിൽ പറയുകയും ചെയ്യുമ്പോഴും അമേരിക്ക സമ്മതിക്കുന്നില്ല. അമേരിക്കയുടെ ഈ സമ്മതം ഇനി ആർക്കും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് UN-ൽ പ്രത്യേകമായ റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ടും ഫലസ്തീനെ മോചിപ്പിക്കാതിരിക്കുകയാണെങ്കിൽ ഞങ്ങൾ നേരിട്ട് യുദ്ധത്തിലേക്ക് എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് റഷ്യ ഇറങ്ങുകയാണ്. ഇറാനുമായി നയതന്ത്ര കരാറുകൾ പലതും റഷ്യക്ക് അനിവാര്യമാണ്. ഗൾഫ് രാജ്യങ്ങളുമായും റഷ്യ കൂടുതൽ അടുക്കുകയാണ്. കൂടുതൽ എയർബേസുകൾ റഷ്യയുടേത് സ്ഥാപിക്കാനും റഷ്യയുടെ സൈനിക താവളങ്ങൾ അവിടെ കൃത്യമായി അവിടെ ഓരോ സ്ഥലങ്ങളിലും, അതായത് ഗൾഫ് രാജ്യങ്ങളുടെ ഓരോ മേഖലകളിലും കൃത്യമായി തുടങ്ങാനും വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അമേരിക്കയ്ക്ക് അത് വെല്ലുവിളിയായിരിക്കും. കാരണം അമേരിക്ക ഖത്തറിനെ ചതിക്കുകയാണ് ചെയ്തത്. ഖത്തറിന് മാത്രമല്ല, ഗൾഫ് രാജ്യങ്ങളെ മുഴുവൻ പറ്റിക്കുകയാണ് ചെയ്തത് എന്ന് വളരെ വ്യക്തമായി തന്നെ റഷ്യക്ക് പറഞ്ഞ് സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. റഷ്യ അതുകൊണ്ട് തന്നെ നിലപാടിൽ ഉറച്ചുകൊണ്ട് തന്നെ ഇറാനോടൊപ്പം ഏത് പോരാട്ടത്തിനും ഞങ്ങളുണ്ട് കൂടെ, നിങ്ങൾ ധൈര്യമായി മുന്നേറൂ. ആയത്തുള്ള അൽ ഖമനേയ്ക്ക് കൊടുത്തിരിക്കുന്ന പുറ്റിൻ്റെ ഉറപ്പാണത്.